Welcome to USS Champion League. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്സിലെ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്റർ ആണ്. സോ ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിന് എന്തൊക്കെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ എക്സാംബാഡ് USS കമ്മ്യൂണിറ്റിയിൽ എന്നൊരു ചാനൽ ഉണ്ട് വാട്സാപ്പിൽ. അത് ഇതുവരെ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് USS റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഡെയിലി ക്വിസുകൾ, മോക്ക് ടെസ്റ്റ് ഇങ്ങനെ എല്ലാം ഉണ്ടാവും. സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ഇന്ന് നമ്മൾ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രയാങ്കിൾസ് മാത്രമല്ല, ഇതുപോലെ മാത്സിൻ്റെയും സയൻസിൻ്റെയും ഒക്കെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അത് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വരാം കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ട്രയാങ്കിൾസിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി തിയറം ആണ്. സോ എന്താണ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി തിയറം എന്ന് പറയുന്നത്? അതായത് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കണം എന്ന് വിചാരിക്കാം. യെസ്, ഇഫ് യു വോണ്ട് ടു ഡ്രോ എ ട്രയാങ്കിൾ, നമ്മൾ എന്താ ചെയ്യാം? ആ ട്രയാങ്കിളിന്റെ സൈഡ്സിന് ഒരു കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻസ്? ദ സം ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡ്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ മൂന്ന് സൈഡ് ഉപയോഗിച്ച് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ വരയ്ക്കാൻ പോകുന്ന ഒരു ട്രയാങ്കിളിനെ, ഞാനിത് ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. അതിൻ്റെ ഈ ഒരു സൈഡിൻ്റെ ലെങ്ത് A ആണ്, ഈ ഒരു സൈഡ് B ആണ്, ഈ ഒരു സൈഡ് C ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ A പ്ലസ് B എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡായ സിനെക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. ഇനി അതുപോലെ തന്നെ B പ്ലസ് C, ഇപ്പം നമ്മൾ ഈ രണ്ട് സൈഡാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ A. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ A പ്ലസ് C ആണ് കൺസിഡർ ചെയ്യുമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ B. സോ ഈ ഒരു മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി തിയറം. ഓക്കെ അല്ലേ? സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. യെസ്, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തി. ഇഫ് ദ ലെങ്ത് ഓഫ് ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 5 centimeter, 8 centimeter, okay, which can be the length of the third side? അപ്പോൾ ഇതിന്റെ മൂന്നാമത്തെ സൈഡ് ഏതായിരിക്കും? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി തിയറം ആണ്. അതായത് ഇപ്പൊ നമുക്ക് ഒരു സൈഡ് 5 ഉണ്ട്, ഒരു സൈഡ് 8 ഉണ്ട്. ഇനി മൂന്നാമത്തെ ഒരു സൈഡ് ഇതിൽ നിന്ന് ഏതാണെന്ന് നമ്മൾ ചൂസ് ചെയ്യണം. അത് ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു കണ്ടീഷൻ, നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ 13 ആണ് എടുക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 8 പ്ലസ് 5 ആഡ് ചെയ്യും. 8 പ്ലസ് 5 എന്ന് പറയുമ്പോൾ എനിക്ക് 13 എന്നാണ് കിട്ടുക. പക്ഷെ 13 കിട്ടിയാൽ മതിയോ? പോരാ. ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. തേർഡ് സൈഡ് ആയിട്ടുള്ള 13നേക്കാളും അത് ഗ്രേറ്റർ ആയിരിക്കണം അല്ലേ? പക്ഷെ ഇവിടെ എനിക്ക് 13 എന്നാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ഇത് പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ ഇത് പോസിബിൾ അല്ല. അടുത്തത് 2 എന്നുള്ളത് ഞാൻ കൺസിഡർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ 5, 8 പിന്നെ 2. ഓക്കെ, സോ ഞാനിവിടെ ജസ്റ്റ് ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഇപ്പോൾ 8 പ്ലസ് 2 എടുത്തു, 10 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 5. ഓക്കെ ആണ്. 8 പ്ലസ് 5 എടുത്തു, ഓരോന്നായിട്ട് എഴുതാം അല്ലേ. 5 പ്ലസ് 8 എടുത്തു, വിച്ച് ഇസ് 13, ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പോൾ ഓക്കെ, അത് ഓക്കെ ആണ്. ഇനി അടുത്ത കേസ് എടുത്തു, എന്താണ്? 8 പ്ലസ് 2 എടുത്തു. 8 പ്ലസ് 2 എടുത്തു, എന്താണ്? എനിക്ക് 10 കിട്ടും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 5. അതും ഓക്കെ ആണ്. ഇനി അടുത്തത് ഏതാ എടുക്കേണ്ടത്? ഞാൻ 8 പ്ലസ് 2 എടുത്തു. ഇനി 5 പ്ലസ് 2 എടുക്കാം അല്ലേ. സോ 5 പ്ലസ് 2 എടുത്തു, വിച്ച് ഇസ് 7. 7 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 8 ആണോ? അല്ല. സോ എന്താണ്? 2 എന്നുള്ളത് പോസിബിൾ അല്ല. ഓക്കെ അല്ലേ? യെസ്, 2ഉം പോസിബിൾ അല്ല. ഇനി നമുക്ക് അടുത്തത് 8 എടുത്ത് നോക്കാം അല്ലേ. 8 എടുത്ത് നോക്കാം. ദാറ്റ് ഈസ് 5, 8, 8. ഓക്കെ, ഞാൻ 8 പ്ലസ് 5 എടുത്തു, 13 ആണ്, ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. അടുത്തത് 8 പ്ലസ് 8 എടുത്തു, 16 ആണ്, ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. യെസ്, അഗെയിൻ 8 പ്ലസ് 5 തന്നെയാണ് വരിക അല്ലേ. സോ അതും എന്താണ്? ഗ്രേറ്റർ ദാൻ ദി 8 പ്ലസ് 5 എടുത്തു, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 8, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. സോ ഇത് ഓക്കെ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കേസും കൂടി എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാലോ? ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം അല്ലേ. ദാറ്റ് ഈസ് 5, 8, 3. ഓക്കെ, സോ 5 പ്ലസ് 3 എടുത്തു. അപ്പോൾ തന്നെ എനിക്ക് 8 എന്ന് കിട്ടി. ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 8 ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡ് ആയിരിക്കണം. സോ ഇറ്റ് ഈസ് നോട്ട്.
ഇറ്റ്സ് നോട്ട് ദി ആൻസർ. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 8 ആണ്. ഓക്കെ, ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? സോ ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ എല്ലാവരുടെയും ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. The length of the sides of a triangle are all natural numbers and two of the sides are 1 centimeter and 99 centimeter. What is the length of the third side? അപ്പോൾ മൂന്നാമത്തെ സൈഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് മൂന്നാമത്തെ സൈഡ് ഐഡന്റിഫൈ ചെയ്യണം. സോ നമുക്ക് ആദ്യം 1 ഉണ്ട്, 99 ഉണ്ട്, അടുത്ത സൈഡ് നമുക്ക് അറിയില്ല. അപ്പോൾ ഞാൻ x എന്ന് വിളിക്കുകയാണ് കേട്ടോ. സോ 1 plus 99 should be greater than x. അല്ലേ? ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. അതായത് 100 is greater than x അല്ലെങ്കിൽ x less than 100 എന്ന് പറയാം. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് 100-നെക്കാളും ചെറിയ നമ്പർ ആയിരിക്കണം എന്ന് നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഈ ഓപ്ഷൻ എടുത്ത് നോക്കിയപ്പോൾ ഇത് എല്ലാം എന്താണ് 100-നെക്കാളും ലെസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇനിയും ട്രൈ ഔട്ട് ചെയ്യണം, എന്നാലാണ് നമുക്ക് ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? യെസ്. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് നോക്കാം അല്ലേ? സോ നമ്മളിവിടെ x ലെസ് ദാൻ 100 എന്നുള്ള കണ്ടീഷൻ കിട്ടി. ഇനി വേറെ എന്തെങ്കിലും കണ്ടീഷൻ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം അല്ലേ? സോ ദിസ് ഈസ് നമുക്ക് ഇന്ന് എഴുതാം 199 x അല്ലേ? സോ 1 പ്ലസ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 99 അല്ലെങ്കിൽ x ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 99 മൈനസ് 1 അല്ലെങ്കിൽ x ഈസ് ഗ്രേറ്റർ ദാൻ 98. x എന്ന് പറയുന്നത് 98-നെക്കാളും എന്തായിരിക്കണം? ഗ്രേറ്റർ ആയിരിക്കണം അല്ലേ? x should be greater than 98 അല്ലെങ്കിൽ 98 less than x എന്ന് കിട്ടി നമുക്ക് ഇവിടെ. ഓക്കെ, സോ ഇവിടെ ഈ രണ്ട് കണ്ടീഷനിൽ നിന്ന് നമുക്ക് എന്താ കിട്ടിയത്? x എന്ന് പറയുന്നത് ഇങ്ങനെ അല്ലേ? 98 less than x and x is less than 100. അപ്പോൾ 100-ന്റെയും 90 അല്ലെങ്കിൽ 98-ന്റെയും 100-ന്റെയും ഇടയിലുള്ള നാച്ചുറൽ നമ്പർ ആണ് നമ്മുടെ ആൻസർ വരിക അല്ലേ? ഏതാണ് ആ നാച്ചുറൽ നമ്പർ? ഇറ്റ് ഈസ് 99. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സോ ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്തു അല്ലേ? ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be the length of the sides of a triangle? സോ ഇവിടെ തന്നിട്ടുള്ള ട്രയാങ്കിളിന്റെ സൈഡ്സുകളാണ് തന്നിട്ടുള്ളത്. ഇത് ഏതാണ് പോസിബിൾ ആവാൻ പറ്റാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot. ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ചിലത് cannot എന്ന് വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് റീഡ് ചെയ്യുമ്പോൾ can be the side നമ്മൾ വായിച്ചിട്ട് ആൻസർ അവസാനം തെറ്റിക്കും. സോ ഇത് പ്രത്യേകം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക? ആ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, സോ യെസ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 എന്നുണ്ട്. cannot be the side എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 1 plus 2 ചെയ്യുമ്പോൾ എനിക്ക് 3 എന്നാണ് കിട്ടുക. അപ്പോൾ അതിൽ തന്നെ മനസ്സിലായി ഇറ്റ് cannot be the side അല്ലേ? ബിക്കോസ് 1 plus 2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കണം. അതായത് ഇതിന്റെ സം, രണ്ട് സൈഡിന്റെ സം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡ് എന്നാണ്. പക്ഷെ ഇവിടെ ഈക്വൽ ടു തേർഡ് സൈഡ് ആണ് ആയത്. അതുകൊണ്ട് തന്നെ ഇതല്ല, ഇത് cannot be the side. അപ്പൊ നമ്മുടെ ആൻസർ ഇതാണ് വരിക. cannot ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലേ? അതായത് ട്രയാങ്കിളിന്റെ സൈഡ്സ് ആവാൻ പറ്റാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ബാക്കിയുള്ളത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ബാക്കിയുള്ളത് സൈഡ്സ് ആവാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുക. ബാക്കിയുള്ളത് എന്തായാലും സൈഡ്സ് ആവാൻ പറ്റും, പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. യെസ്, വിത്ത് ദിസ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു എവ്രിവൺ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.